കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള തിരുവചനമാണ്. സത്യം കേൾക്കുവാൻ തയ്യാറുള്ള ഹൃദയം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വളരെ ശക്തമായ ഒരു കാര്യം നമ്മോട് പറയുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലെ ദൈവവചനം കേൾക്കുന്നത് മാത്രം പോരാ, അത് സ്വീകരിക്കുകയും ജീവിതത്തിൽ നടപ്പാക്കുകയും വേണം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരിക്കൽ അപ്പൻ 2 പേരെയും വിളിച്ച് ഓരോരുത്തർക്കും ഓരോ വിത്ത് നൽകി പറഞ്ഞു, ഇത് നട്ടു വളർത്തണം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വന്നു നോക്കും. മൂത്ത മകൻ വിത്ത് മണ്ണിൽ നട്ടു. ദിവസവും വെള്ളമൊഴിച്ചു മണ്ണ് പരിപാലിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയൊരു തൈ മുളച്ചു. ഇളയ മകൻ വിത്ത് വീട്ടിൽ സൂക്ഷിച്ചു. അപ്പൻ തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അഭിമാനിച്ചു. അപ്പൻ വന്നപ്പോൾ 2 പേരോടും ചോദിച്ചു, ഞാൻ തന്ന വിത്ത് എന്ത് സംഭവിച്ചു? മൂത്ത മകൻ പറഞ്ഞു, അപ്പ അത് ഞാൻ നട്ടു വളർത്തി. ഇളയ മകൻ പറഞ്ഞു, അപ്പ ഞാനത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു. അപ്പൻ പറഞ്ഞു, വിത്ത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രം ഫലമുണ്ടാകില്ല, മണ്ണിൽ വീണ് വളരണം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനം ഇതുപോലെയാണ്. വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രം ജീവിതം മാറില്ല. വചനം ഹൃദയത്തിൽ വീണ് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ ചിലരോട് യേശു പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ അബ്രാഹാമിന്റെ മക്കളാണെങ്കിൽ അബ്രാഹാമിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. ഇവിടെ യേശു ഒരു പ്രധാന സത്യം പഠിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തികളിലും കാണപ്പെടണം. ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, എന്റെ ജീവിതത്തിൽ ക്രിസ്തു എത്രമാത്രം കാണപ്പെടുന്നു? ഞാൻ ക്ഷമിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ സത്യസന്ധനാണോ? എന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ അളവുകോൽ. യേശു മറ്റൊരു ഗൗരവമുള്ള വാക്കും പറയുന്നു: ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ദൈവവചനം നമ്മെ തിരുത്തും, നമ്മുടെ തെറ്റുകൾ കാണിച്ചു തരും, നമ്മുടെ അഹങ്കാരം തകർക്കും. പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസി പറയണം, കർത്താവേ, വചനം എന്നെ വേദനിപ്പിച്ചാലും എന്നെ തിരുത്തണമേ. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, എനിക്ക് ആവശ്യമുള്ളതും നീ പറയണേ എന്ന് പറയുവാനായിട്ട് സാധിക്കണം. ജീവിത സന്ദേശം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സത്യം കേൾക്കുവാൻ ആരും തയ്യാറാകാത്തതുകൊണ്ടാണ്. ഭർത്താവ് ഭാര്യയെ കേൾക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ കേൾക്കുന്നില്ല, മാതാപിതാക്കൾ മക്കളെ കേൾക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ കേൾക്കുന്നില്ല. എല്ലാവർക്കും പറയാനുണ്ട്, പക്ഷെ കേൾക്കുവാൻ ആരും തയ്യാറല്ല. ഇന്ന് യേശു നമ്മോട് പറയുന്നത്, ദൈവത്തിന്റെ വാക്ക് കേൾക്കുക. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു കുടുംബത്തിൽ ക്ഷമ ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യാതെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം, വചനമനുസരിച്ച് ജീവിക്കാം, സത്യത്തിൽ നടക്കാം, സ്നേഹത്തിൽ വളരാം, ക്ഷമിക്കാൻ പഠിക്കാം. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മൾ എത്ര വചനങ്ങൾ അറിയുന്നു എന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ എത്ര വചനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വചനം കേൾക്കുവാനും സ്വീകരിക്കുവാനും ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ അഹങ്കാരവും കാഠിന്യവും നീക്കണമേ. സത്യം കേൾക്കുവാൻ തയ്യാറുള്ള ഹൃദയം തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ക്ഷമയും സമാധാനവും നിറയ്ക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.